ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മമ്മി ചോട്ട. നമ്മുടെ ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇൻട്രോ യാശിക്കുട്ടും പറയും, ഒന്ന് കേട്ട് നോക്കേ. ഹലോ ഗായ്സ്, നമ്മൾ ഇന്നൊരു കുഞ്ഞാവനെ ചാനൽ കേട്ടാണ് കാണാമ്പ. നമ്മൾ ഇന്നൊരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. കാണാമ്പ ഗായ്സ്, നമ്മൾ വീണ്ടും ഇവിടെ തിരിച്ചു വന്നിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ നിലബേബിയുടെ എന്തുവാണ് നിലബേബിയുടെ ചരട് കെട്ട്. അപ്പോൾ നിലബേബിയുടെ ചരട് കെട്ടിന് വന്നതാണ്. അപ്പോൾ ബാക്കി ഞങ്ങൾ കാണിച്ചു തരാം. ഒരു അപ്പോൾ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബന്ധുക്കളും വളരെ അടുത്തുള്ളവർ മാത്രം പങ്കെടുത്തൊരു പരിപാടിയാണ്. അപ്പോൾ ബീന ചേച്ചി ഇതാ എൻ്റെ ക്യാമറ കണ്ടോണ്ട് നെട്ടോട്ട് ഓടുകയാണ് കേട്ടോ. എടുക്കില്ലേ എടുക്കില്ലേ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ആദ്യത്തിന് എന്താ ഇവർ പിടിച്ച് നിർത്തുകയാണ്. അപ്പോൾ അവനും പറയാം, ചേച്ചി ഞാൻ കുളിച്ചൊന്നുമില്ല, എന്നെ വീഡിയോയിലൊന്നും എടുക്കില്ലേ എന്നൊക്കെ. അങ്ങനെ വളരെ അടുത്ത ബന്ധുക്കൾ മാത്രമുള്ളൊരു പരിപാടിയായിരുന്നു. നമ്മുടെ സ്റ്റാർ ഓഫ് ദി ഡേ ഉറങ്ങുകയാണ് കേട്ടോ. രാവിലെ കുളിച്ച് സുന്ദരിയായിട്ട് സുഖമായിട്ട് ഉറങ്ങുകയാണ്. അപ്പോൾ ആദർശേട്ടൻ്റെ കുറച്ച് ബന്ധുക്കൾ രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ഒന്ന് ഞാൻ റാൻഡമായിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ നമ്മുടെ ബന്ധുക്കളൊക്കെ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ 12 മണി ആ സമയം അടുപ്പിച്ചായിരുന്നു പരിപാടി. അപ്പോൾ ശീലക്കുഞ്ഞും ഇങ്ങനെ കുളിച്ചിട്ട് വന്നിട്ട് ഇപ്പോൾ ഇരിക്കണോ ചേച്ചി എന്നൊക്കെ അമ്മയോട് ഇങ്ങനെ ചോദിക്കുക. അപ്പം അമ്മ പറയുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു താറാക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ഈ പൊടി കൊച്ചിന് കളിക്കാനായി താറാക്കുട്ടി എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. സമയമായിട്ടില്ലല്ലോ കുഞ്ഞ് കളിക്കാൻ. പിന്നെ മണിപ്പാപ്പം വന്നു. അങ്ങനെ എല്ലാവരും ഇവരുടെ വീട്ടിലെല്ലാവരും ഇവിടെ കുത്തുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല. കുടുംബക്കുത്ത് എനിക്ക് ഇഷ്ടമല്ല. നമുക്ക് ഇവിടെ കുത്താം. കുടുംബക്കുത്ത് ഇഷ്ടപ്പെട്ടില്ലെന്ന് ശരിയാ. ഇവരുടെ വീട്ടിലല്ലേ കുടുംബക്കുത്ത് മതിയെന്നായിരിക്കും. എന്നെ നിന്നെ കാണാൻ കുടുംബക്കുത്ത് കൊള്ളത്തില്ല. സുന്ദരിയായി. ഇനി നമുക്ക് പൗഡർ അടിച്ച് കേട്ടോ. മതി മതി, കരി മാറ്റിക്കോ. മതി, ഇവിടെ മതി. ലിലുവിന്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് നേരെ അകത്ത് ചെന്നപ്പോ വിദ്യ അവിടെ അകത്ത് സാരി പോലെ ഷോളിനെ ഡ്രൈപ്പ് ചെയ്യാൻ നോക്കുകയാണ് കേട്ടോ, തമ്പുരുവിന് വേണ്ടിയിട്ട്. അപ്പം വിദ്യ നന്നായിട്ട് ഡ്രൈപ്പ് ചെയ്യും. എസ് എൻ കോളേജ് പഠിച്ചതുകൊണ്ട് തന്നെ അവർക്ക് ഷോളൊക്കെ അടിപൊളിയായിട്ട് ഡ്രൈപ്പ് ചെയ്യാൻ അറിയാം. വിദ്യ ഇങ്ങനെ ഡ്രൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഡ്രൈപ്പിസ്റ്റ് അത് കൊള്ളാം. തമ്പുരുവിനെ ആരും ശ്രദ്ധിക്കണം. തമ്പുരുവിന് മോന്ത ജനിച്ചപ്പോ തൊട്ടേ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. സന്തോഷം വന്നാലും സങ്കടം വന്നാലും. നാത്തൂന് അപ്രൂവ് ചെയ്ത് ഇത് മതിയെന്ന്. തമ്പുരു ലിപ്സ്റ്റിക് എടുത്തോണ്ടോ. ഉടുപ്പ് കാണിച്ചേ, ഇങ്ങോട്ട് നിന്ന് ഉടുപ്പ് കാണിച്ചേ. ഓ, ഇത് എന്നെ നിഷമോള് തയ്ച്ച് നിഷമോള് സ്റ്റൈൽ ചെയ്ത് നിഷമോള് അപ്പോഴത്തേക്ക് നിഷമോള് ലാൻഡ് ചെയ്ത് കേട്ടോ. ആക്രിയും നിഷമോളും അപ്പോഴത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇന്ന് ആക്രി വർക്ക് ചെയ്ത് പോലിരിക്കുന്നത് എന്ത് പറ്റി മക്കളെ? ലിപ്സ്റ്റിക് ഒന്നും ഇട്ടുന്നില്ലേ അമ്മ? അമ്മയൊന്നും ഒന്നും ഇട്ടുന്നില്ല. അച്ചു അച്ചു ഹായ് ഗൈസ്. വളരെ നല്ല കോസ്റ്റ്യൂം എല്ലാം ചെയ്തത് എന്റെ ചേച്ചിയാണ്. പൈസ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല, ഇനി കൊടുക്കത്തില്ല. ഡെലിവറിയുടെ പൈസ വരുമ്പോ ഞാൻ ചേച്ചിക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. 6000 രൂപ ഉണ്ട്. അതിനകത്ത് 3000 രൂപ 1000 രൂപ. ആദർശേട്ടന്റെ അമ്മയൊന്ന് പേടിപ്പിച്ചു കഴിഞ്ഞപ്പോ നേരെ നോക്കിയപ്പോ ബൈജു ചേട്ടൻ സ്വന്തം ഓട്ടോയിൽ വരുന്നു. ആരാ? നീ തട്ടിക്കഴിഞ്ഞ് ഇതിനകത്തൊന്നും കിട്ടത്തില്ല. എന്നെ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. പൊന്നേ ചിരിക്കോ? ഇല്ലെന്ന് തോന്നുന്നു. ചിരിക്കത്തില്ല ഈ പെണ്ണില്ലേ അമ്മമ്മ അരക്കിലോ കുറിയിടുന്നു. ആദർശിന്റെ ദീദിയെ ലതിക്ക് ഇതിനകത്തൊന്നും പങ്കെടുക്കാതെ ദൂരെ ഇരിക്കുന്നു. ആരും ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. കേശു ഓട്ടോയിൽ കയറി വീട്ടിൽ പോവാൻ. അങ്ങനെ കേശുവും പിള്ളേരും ഒക്കെ ഓട്ടോയുടെ പുറവിനായിരുന്നു കേട്ടോ. മാമ ഓട്ടോയിൽ വന്നതുകൊണ്ട് അങ്ങനെ ഒരു എന്റർടൈൻമെന്റും ഉണ്ടായിരുന്നു. വൈജേട്ടനൊക്കെ ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ പ്രധാന താരം ഒരുങ്ങി റെഡിയായി ചരട് കെട്ടാൻ വേണ്ടി വെളിയിലേക്ക് വന്നു കേട്ടോ. നിഷമോളാണ് എടുത്തുകൊണ്ട് വന്നത്. പാവം ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുകയാണ്, എന്താണ് ഇവിടെ നടക്കുന്നതെന്ന്. ഇവർ മറ്റേ തംബ്നെയിലിന് വേണ്ടി എനിക്ക് പോസ്റ്റ് ചെയ്ത് തരുന്നതാണ്. നേരെ നിലുവിനെ നോക്കിയപ്പോൾ പാവം ഭയങ്കര സ്വീറ്റായിട്ട് ഇങ്ങനെ വായിക്ക് കൂട്ടുവാക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ നേരെ നിഷ പിന്നെ കയ്യിലോട്ട് കൊടുത്തു കേട്ടോ. അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. പക്ഷെ നന്നായിട്ട് ചടങ്ങുകളൊക്കെ നടന്നു കേട്ടോ.
നീല നീലു 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 കരഞ്ഞു നാദിച്ചു നീലു പേടിച്ച് നീലു ചുമന്ന് വല്യമ്മച്ചി തയ്ച്ച വല്യമ്മച്ചി ഡിസൈനറായ ഉടുപ്പാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. വല്യമ്മച്ചിയുടെ കറാവിറുത് അതായത് കരയുന്നേ കറാവിറുത് കൂടിയിട്ട് പൊന്നെ നോക്കി. പിന്നെ ഒരു ബെഡാ ഫോട്ടോഷൂട്ട് ആയിരുന്നു കേട്ടോ. മമ്മി, വീണ ചേച്ചി, പൊന്നമ്പിളി, ഞാൻ, പ്രമോദണ്ണൻ, പൈസച്ചേട്ടൻ, നിഷ, അവിടുത്തെ ചേട്ടത്തി, അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഫോട്ടോ എടുക്കുമായിരുന്നു കേട്ടോ. ഞാനായിരുന്നു ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ. നല്ല കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടി കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്പിയമ്മയൊക്കെ ഫോട്ടോ എടുത്തു. അങ്ങനെ നേരെ അകത്ത് വന്നപ്പോഴത്തേക്ക് മനീഷണ്ണൻ വന്നായിരുന്നു കേട്ടോ. മനീഷണ്ണനും സുചി ചേച്ചിയൊക്കെ അങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നല്ല പാക്ഡ് ആയിരുന്നു കേട്ടോ സ്ഥലം. അങ്ങനെ എല്ലാ ബന്ധുക്കളെയൊക്കെ കണ്ടിങ്ങനെ നിന്നപ്പോഴത്തേക്കാണ് ഞങ്ങളുടെ പ്രമോദണ്ണൻ ലാൻഡ് ചെയ്തത്. പ്രമോദണ്ണൻ ആ നിശ്ചയം പിടിച്ച് ഞെക്കി വെച്ചിട്ട് അവസാനം ഒരു കടിയും കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ സ്ഥിരം പരിപാടിയാണ്. വല്യമ്മ ദിസ് വാസ് ദ ഫുഡ്. ഇതാരും എനിക്ക് പപ്പടം തന്നെ രാഗിയൊക്കെ കെട്ടി ഏതാ പെണ്ണുങ്ങളെ കെട്ടിക്കൊടുത്തത് സത്യം പറയുന്ന മനുഷ്യൻ ശരിയല്ല. നമ്മയമ്മ കഴിക്കുന്നത് ശരിയല്ല. ഞങ്ങളെ വിളിക്കാതെ തിന്നത് എന്തോ ശരിയേ. മോള് തിന്നോന്ന് നോക്കൂ നിങ്ങള്. അവൾ പെണ്ണോട് ഇരിപ്പുണ്ട്. നിശയൊക്കെ ആശു അങ്ങോട്ട് പോകുന്നില്ല, അകത്തോട്ട് പോകും. മമ്മി കഴിക്കുക. എന്ത് ഇത് എവിടുത്തെയാ? ഓ റോംബർ ഇസ് നൈസ്. ബേബി ഹഗിന്റെ ആണല്ലോ ഒരെണ്ണം. നിശയ്ക്കാണ് എക്സൈറ്റ്മെന്റ് കൂടുതല്. നിശയ്ക്ക് പറ്റുവായിരുന്നു നിശയില്ലാതെ വലിഞ്ഞു കയറിയേനെ. നിശയ്ക്ക് പിങ്ക് ഡ്രസ് ഇസ് നൈസ്. ഈ പെണ്ണ് ഒന്നും കാണിക്കാൻ സമയത്തില്ല. അവളൊക്കെ വെച്ച് നോക്കും അവക്ക് പറ്റുമോന്ന്. അവളുടെ അളവാണെന്ന് തോന്നുന്നു. വൈബ്സ് വെരി ഇമ്പോർട്ടന്റ് ഗൈസ്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബോക്സിങ്. സോപ്പ് പൗഡർ കൊള്ളാം ഗൈസ്. നിങ്ങളെല്ലാം കണ്ടോ? ഇനി കുറച്ചു നാളത്തേക്ക് തുണിയൊന്നും ഇല്ലെങ്കിലും ജയിച്ചു. അങ്ങനെ കിട്ടിയ ഗിഫ്റ്റ് ഞങ്ങൾ തന്നെ പൊട്ടിച്ചെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അമ്മ എൻ്റെ സോമയമ്മതാ അവിടുത്തെ വന്ന മാമൻ്റെ കൂടെ കൊച്ചിനെ പേടിപ്പിക്കുകയാണ് കേട്ടോ. കൊച്ചിനോട് പറയാണ് ഇത് എൻ്റെ സ്വന്തമാണെന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ കൂടെ വിഷമിപ്പിക്കുകയാണ് അമ്മ. അങ്ങനെയൊക്കെ എൻ്റർടൈൻമെൻറ്റ് കണ്ടു. ഒരു സൈക്കോത്തിരികളെ അങ്ങനെ കൊച്ചിങ്ങനെ അയ്യോ അല്ല എന്നൊക്കെ പറയും. പിന്നെ ഇവള് നല്ല രസമായിട്ട് തലയാട്ടും കേട്ടോ. എന്തെങ്കിലും ഒരു സാധനം അവൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ തലയാട്ടും. നല്ല ഭംഗിയാണ്. നിങ്ങൾ നോക്കണേ. കുറച്ചുകൂടെ കഴിയുമ്പോൾ പിന്നെ അവളെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ സ്വന്തം പുത്രനാണ്. അതെന്ത് ഉദ്ദേശത്തിലാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് മോളെ എന്നൊക്കെ പറഞ്ഞ് പുറകിൽ നടക്കുന്നുണ്ട് കേട്ടോ. അവളുടെ സ്വന്തം അച്ചാച്ചനാന്ന് പറഞ്ഞ് അമ്മ ഇങ്ങനെ ഓടിച്ചു വിടുവാണ് അവള്. അവള് തലയാട്ട് നോക്കി നല്ല ഭംഗിയിൽ. അപ്പൊ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. ഞങ്ങളുടെ പരിപാടി അങ്ങനെ വൈൻഡപ്പ് ഒക്കെ ചെയ്തു. ഉച്ചയായപ്പോൾ ഞങ്ങളൊക്കെ തിരിച്ച് ഓരോരുത്തരായിട്ട് പല ഭാഗങ്ങളിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ ഒരു നല്ല ഓർമ്മയായിരുന്നു കേട്ടോ നിലുവിൻ്റെ ചരട് കെട്ട്. അപ്പോൾ എല്ലാവരും പങ്കെടുത്തു. പക്ഷെ ഒരുപാട് പേര് മിസ്സിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.